എടാ കുട്ടിക്കാലം ഒരു സംഭവം തന്നെയല്ലേ. അതിപ്പോ നിനക്ക് ഇങ്ങനെ തോന്നാൻ നീ റീലൊക്കെ നോക്കിയാൽ എന്തൊരു രസാ. ഇതൊക്കെ കാണുമ്പോ നമുക്ക് നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വരില്ലേ? എന്റെ കുട്ടിക്കാലം കൂട്ടക്കത്തെ ട്രാജഡിയാ. കാശുള്ളപ്പോ നല്ല കാലം, അല്ലാണ്ട് കുട്ടിക്കാലല്ലേ. അല്ലടാ, നമ്മള് മഴയൊക്കെ കൊണ്ട് മീനൊക്കെ പിടിച്ച് സ്കൂളിൽ പോണ ഒരു സംഭവം, അത് ഭയങ്കര രസല്ലേ അത്. നീയേ മഴയത്ത് മൂടുകിരി ടൗസറിട്ട് നടന്നത് ഓർമ്മയുണ്ട്? എന്നിട്ട് പിള്ളേരൊക്കെ കളിയാക്കിയത് അതന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ കുട്ടിക്കാലം ദാരിദ്ര്യം പിടിച്ചതാ. പണ്ട് സ്കൂൾ അടയ്ക്കുമ്പോഴേ എന്തോരം പിള്ളേരുണ്ടാവും പാടത്ത്. എന്തൊക്കെ തരം കളികളാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. നീ നിന്റെ കുട്ടികളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് നന്നായിട്ട്. എന്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ? ഒരു 5-6 പശുണ്ട്. ചുറ്റങ്ങളൊക്കെ മേയ്ക്കണം, തൊഴുത്ത് കഴിയണം, പിന്നെ അതിന്റെ ഇടയിൽ പുല്ലരിയണം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വരുമ്പോ നിങ്ങൾ കളിയും കഴിഞ്ഞ് നിങ്ങൾ പൊടി തട്ടി പോയിട്ടുണ്ടാവും. എന്റെ ഒക്കെ ഒരു അവസ്ഥ. നമ്മുടെ ബാല്യം നന്നായത് തന്നെയാണ് നമ്മുടെ ജീവിതം നന്നാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞിട്ട്? അമലപ്പോള്. അതാരാ? അവർ സിനിമ നടിയാ. പക്ഷെ ഏത് സിനിമയിലത് പറഞ്ഞതും എനിക്കറിയില്ല. ഓ, നീ വലിയ സിനിമക്കാരൻ. നീ ചെറുപ്പത്തിലെ വല്ല സിനിമയ്ക്ക് പോയിന്റെ? നമ്മുടെ കുടുംബക്കാരും വല്ലവരും കൊണ്ടുപോയിന്റെ? ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ 100 പേരോട് ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം, അമ്മോട് ചോദിക്കണം, പാപ്പന്മാരോട് ചോദിക്കണം, മാമന്മാരോട് ചോദിക്കണം. അന്ന് 10 കാശുണ്ട് നമ്മുടെ കയ്യില്. ഇന്ന് പണിയുണ്ട്, കാശുണ്ട്, ഫുൾ ഫ്രീഡം. പറയടാ, നമുക്ക് എവിടേക്ക് പോണ്ടേ? ഇപ്പൊ എവിടേക്ക് പോണ്ടേ? നമുക്ക് ഇത് ഇപ്പൊ പോവാം. ഒരാളെടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ല. 9 മണിയാണ്. പോയിട്ട് 2 അടിച്ചിട്ട് വരാം. വീട്ടിലെ അവളുണ്ടോ? അടിച്ച ശരിയല്ലേ? അവളൊന്ന് കേൾക്കും.